സർ, റഷ്യ ഉക്രൈന് നേരെ ആണവായുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ടോ, അതോ ഒരു സമ്മർദ്ദ തന്ത്രമാണോ? ഇല്ല, ഇപ്പം യുദ്ധത്തിനകത്ത് ആണവായുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ യുദ്ധത്തിനകത്ത് മറ്റു പല ആയുധങ്ങൾ പ്രയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെന്ന് പറയാൻ യുദ്ധതന്ത്രമാണ്. യുദ്ധത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ ഏതൊക്കെ രീതിയിൽ ഇടപെടണം എന്നുള്ളതിൻ്റെ അനുസരിച്ചായിരിക്കും യുദ്ധത്തിനകത്ത് യുദ്ധ കോപ്പുകൾ അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കും. ആയുധമുണ്ടെന്ന് പറഞ്ഞിട്ടും സേന ഉണ്ടെന്ന് പറഞ്ഞിട്ട് യുദ്ധം ജയിക്കണമെന്നില്ല. യുദ്ധതന്ത്രം കൊണ്ടാണ് യുദ്ധം ജയിക്കുന്നത്. ഇപ്പം ഈ ഇസ്രായേൽ അല്ല, ഇറാൻ ഇസ്രായേൽ അല്ല, രണ്ട് നമ്മുടെ വായിക്കാത്ത ഒരു ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം. അതൊരു പക്ഷെ തുടക്കത്തിൽ നമ്മളിപ്പോൾ തീരും എന്നാൽ ലോകമെല്ലാം വിചാരിച്ചിരുന്നു. റഷ്യയുടെ മുമ്പിൽ ഉക്രൈൻ എവിടെയാണ്, എന്താണ്. തുടക്കത്തിൽ ഉക്രൈന് റഷ്യ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തിയിട്ടുണ്ടാവും, നമ്മളെ ഒരു വിലയിരുത്തൽ വെച്ച് പറയുമ്പോൾ. കാരണം റഷ്യ പോലുള്ള രാജ്യം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതിനെ പറ്റിയുള്ള ഭയവും അവരുടെ ആയുധ ശേഖരത്തെ പറ്റിയുള്ള ഭയവും ആ രാജ്യത്തിൻ്റെ ശക്തിയും വലിപ്പവും ഒക്കെ ഉക്രൈനെ ഭയപ്പെടുത്തിയിട്ടുണ്ടാകും. എന്തായാലും യുക്രൈൻ ഫേസ് ചെയ്തു. യുക്രൈൻ്റെ പല ഭാഗങ്ങളും റഷ്യ പിടിച്ചെടുത്തു. ഇപ്പോൾ റഷ്യയുടെ പല ഭാഗങ്ങൾ, ആ പിടിച്ചെടുത്ത പല ഭാഗങ്ങൾ ഉക്രൈൻ തിരിച്ചു പിടിക്കുന്നു എന്നൊക്കെയുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പം അന്ന് ഭയന്നിരുന്ന യുക്രൈൻ ഒരുപക്ഷെ ഇപ്പോൾ ഭയമൊക്കെ മാറിയിട്ടുണ്ട്. കാരണം എന്ന് പറയാൻ നമ്മളീ പറയത്തില്ലേ, അത് അവർക്കത് ശീലമായി. യുദ്ധം ഇപ്പൊ പേടിയില്ല. കാരണം നിരന്തരമായിട്ട് ഇപ്പം യുദ്ധം നടന്നുകൊണ്ടിരുന്നാൽ അത് ശീലമായി നമുക്കും പേടി ഉണ്ടാവത്തില്ല. നിരന്തരമായിട്ട് കേട്ട ആക്സിഡന്റ് നിരന്തരമായിട്ട് സ്വപ്നം കണ്ടാൽ പിന്നെ നമുക്കത് ശീലമാവുന്നു. അല്ലെ എന്തായാലും നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരുന്നതിനകത്ത് ഭയം മാറുമെന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സേ ഉള്ളൂ. അപ്പൊ ഇപ്പം തിരിച്ചു ഭയം വന്നിട്ടുണ്ട്. കാരണം നിരന്തരം ഡ്രോൺ ആക്രമണത്തിലും റഷ്യയിലോട്ടുള്ള തിരിച്ചാക്രമണത്തിലും ഉക്രൈൻ വലിയ വലിപ്പത്തിൽ നിൽക്കുന്നു. അതായത് ഉക്രൈൻ ഒരുപക്ഷെ ഡ്രോണൊക്കെ സ്വന്തമായിട്ട് നിർമ്മിച്ച് അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ഈ റഷ്യയുടെ പല തന്ത്രപ്രധാനമായ മേഖലകളിലും കടന്നു കയറി വലിയ നാശം വിതച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് റഷ്യ തിരിച്ച് ടൺ കണക്കിന് വലിയ വലിപ്പമുള്ള ബോംബുകൾ ഉക്രൈനിലെ പല പ്രദേശങ്ങളിലും പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ റഷ്യ പിടിച്ചെടുത്ത പല പ്രദേശങ്ങളും മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പക്ഷേ ഈ ആണവായുധം എന്ന് പറയുന്ന ആയുധം പ്രയോഗിക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഭാഗമായിരുന്ന യുക്രൈൻ അകത്ത് നിൽക്കുന്ന ജനതയ്ക്കകത്ത് റഷ്യ കമ്മിറ്റ്മെന്റ് ഉള്ള ജനത ഉള്ളതുകൊണ്ടും പിന്നെ നമ്മൾ പറയത്തില്ലേ, യുദ്ധത്തിനകത്ത് യുദ്ധതന്ത്രത്തിന് വിരുദ്ധമാണ് ആണവായുധം പ്രയോഗിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ യുദ്ധത്തിന്റെ പേരും പറഞ്ഞ് റഷ്യക്ക് പല രീതിയിലുള്ള ബാനുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കൂടുതൽ വലുപ്പത്തിൽ ആക്കാനും റഷ്യ കൂടുതൽ വരിഞ്ഞു മുറുക്കാനും ഇത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കും. യുദ്ധതന്ത്രം അല്ലെങ്കിൽ ലോകത്തിനകത്ത് യുദ്ധത്തിന് ചില തന്ത്രങ്ങളില്ലേ, ഈ തന്ത്രവും ഈ ന്യായമൊക്കെ പറയുന്നവനാ പണ്ട് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് യുദ്ധം കഴിഞ്ഞിട്ട് ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞിട്ട് യുദ്ധം തീർന്നു കഴിഞ്ഞിട്ടുണ്ട് ആണവായുധം ഇട്ടവനാ പണ്ട് ജപ്പാനിൽ അമേരിക്കക്കാർ. അതെ, ഹിരോഷിമ നാഗസാക്കി. അപ്പം അത് അവന്റെ ന്യായം. ഇപ്പൊ ഇവിടെ നടന്നാൽ ഇങ്ങനെ ന്യായം പറയും. പക്ഷേ ഇപ്പം ഒരുപക്ഷെ ഈ രീതിയിൽ പോവുകയും റഷ്യക്ക് അടി പതറുകയും ചെയ്യാൻ റഷ്യക്ക് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി റഷ്യ ആണവായുധം പ്രയോഗിക്കുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ലോകം സർവനാശത്തിലേക്ക് പോകും. കാരണം റഷ്യയുടെ ജനത്തിന്റെ മുമ്പിൽ വ്ളാഡിമിർ പുടിന് നമ്മൾ സർവ ശക്തരാണ്, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റും, നമ്മളുടെ മുമ്പിൽ ഈ രാജ്യം ഒന്നുമല്ല എന്ന് ഉക്രൈൻ്റെ ആക്രമണത്തിൽ ഭയന്ന ആൾക്കാരെ തിരിച്ചു പറയിക്കണമെങ്കിൽ, തോന്നിപ്പിക്കണമെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു പ്രത്യാക്രമണം റഷ്യക്ക് നടത്തേണ്ടി വരുമോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആലോചനയുണ്ട്. പുടിനെ സംബന്ധിച്ചിടത്തോളം പുടിൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞാണ്, ഞങ്ങളിലേക്ക് ആണവായുധം പ്രയോഗിച്ചാലേ ഞങ്ങൾ തിരിച്ച് പ്രയോഗിക്കൂ എന്നുള്ള നേരത്തെ തത്വം ഇപ്പം അങ്ങ് മാറ്റി ഞങ്ങൾക്ക് ആണവായുധം ഞങ്ങളിലേക്ക് പ്രയോഗിക്കേണ്ട കാര്യമില്ല, അല്ലാതെ ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രയോഗിക്കും, ആ രീതിയൊക്കെ മാറ്റുന്ന ഉക്രൈൻ്റെ ആദ്യ സമയത്ത് തന്നെ പറഞ്ഞത്. അപ്പോൾ യുക്രൈനകത്ത് ഈ ഡ്രോൺ ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളുടെ ആയുധ ഫാക്ടറി ഉൾപ്പെടെയുള്ളവർ വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ വേറെ വലിയ വെളിപ്പെടുത്തൽ വരുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആണവായുധം റഷ്യ പ്രയോഗിക്കാതിരുന്നത്. അത് വേറെ ആരുമല്ല, പോളണ്ടിൽ നിന്നുള്ള മന്ത്രി ഇന്ന് ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിലാണ് പറഞ്ഞത്. അന്ന് പുടിനെ പോലെയുള്ള ഒരാൾ, അതായത് 2022 ആണവായുധം പ്രയോഗിക്കാൻ വേണ്ടി പുടിൻ തയ്യാറായപ്പോൾ അതിൻ്റെ കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചർച്ച ചെയ്തപ്പോൾ
അതിപ്പം വേണ്ട, അതങ്ങനെ ചെയ്യുന്നത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പിന്മാറിയത്. അതാരാ? റഷ്യയുടെ സുഹൃത്തോ റഷ്യയെ പൊക്കി പറയുന്നതോ മറ്റു കാര്യങ്ങളും ഒന്നുമില്ല, പോളണ്ടാണ് പറഞ്ഞത്. നാറ്റോയുടെ ഗേറ്റ് വേ. കാരണം ഇത് കഴിഞ്ഞാൽ അടുത്ത നാറ്റോയെ ആക്രമിക്കാൻ റഷ്യ നാറ്റോയെ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ അത്രത്തിൽ ശത്രുതയിലുള്ള രണ്ട് രാജ്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പുടിനെ പോലുള്ള ഒരാൾ, ലോകത്ത് ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരാൾ, അദ്ദേഹത്തിൻ്റെ കാര്യത്തിനകത്തും അല്ലെങ്കിൽ മറ്റ് വിഷയത്തിനകത്തൊന്നും ലോകത്ത് അങ്ങനെ ആർക്കും ഇറങ്ങിച്ചെന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇടമില്ലാത്തടത്ത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ലോകത്ത് ആരോടും കൂടിയാലോചിക്കാത്ത ഒരാൾ, അതായത് ഒരു പ്രത്യേക പ്രകൃതമുള്ള ആളാണ് പുടിൻ. പുടിൻ്റെ അടുത്ത് എല്ലാവർക്കും സംസാരിക്കാനൊന്നും പറ്റുന്ന ഒരവസ്ഥയൊന്നുമില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ വഴങ്ങിക്കൊടുക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ പുടിൻ ഇന്ത്യയുടെ സ്നേഹമാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി എന്ത് പറഞ്ഞാലും കേൾക്കും. അത് മണിക്കൂറുകളോളം, ഒരു പ്രാവശ്യം പുടിൻ പറഞ്ഞില്ലേ, എനിക്ക് മണിക്കൂറുകളോളം ഇരുന്ന് സംസാരിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് ലോകത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി. അതിന് കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് അദ്ദേഹം തടഞ്ഞെന്ന് പറയുന്നു. ഇനിയും ഒരുപക്ഷേ റഷ്യയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ യുദ്ധം വന്നാൽ റഷ്യയുടെ മുഖം രക്ഷിക്കാൻ, റഷ്യയെ രക്ഷിക്കാൻ, റഷ്യയുടെ ആൾക്കാരുടെ ആത്മബലം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ആണവായുധം പ്രയോഗിക്കേണ്ടി വന്നാൽ പ്രയോഗിക്കും. അത് ഒത്തിരി ആലോചിച്ചതിന് ശേഷമേ ചെയ്യത്തുള്ളൂ. കാരണം അത് ഒരിടത്ത് റഷ്യക്ക് അടുത്താണ്, ഒരിടത്ത് പ്രയോഗിച്ചാൽ അവിടെ മാത്രം ഒതുങ്ങുന്ന ഒരു ഇടം അല്ലെങ്കിൽ ഒരു കാര്യമല്ല. അത് ഇപ്പൊ തന്നെ പണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ടതിന്റെ പരിണിത ഫലം ഇപ്പോൾ തന്നെ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ഇടത്താണ് ഇതുള്ളത്. അപ്പം ദീർഘകാലമായിട്ട് ആ ഒരു ഇത് വരും. പിന്നെ മാത്രവുമല്ല, യുദ്ധത്തിനകത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു പേരുദോഷം ഒരുപക്ഷെ റഷ്യക്ക് വരും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ റഷ്യയെ ബാൻ ചെയ്യുന്നതിന് വേണ്ടി അത് സാധിക്കും, റഷ്യയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി അത് സാധിക്കും, റഷ്യയെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി അത് സാധിക്കും. ഇപ്പൊ തന്നെ യുക്രൈൻ വാർ ഇയാളെ തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് തന്നെ റഷ്യ ലോകത്തിലെ അമേരിക്കയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ചേരിയായിട്ട് നിൽക്കുകയും ബലപ്പെട്ട് വരികയും വലിയ രാജ്യമാവുകയും അമേരിക്കയ്ക്ക് വിറബലാവുകയും ഒക്കെ ചെയ്തു. ഈ സെലൻസ്കി എന്ന് പറഞ്ഞവനെ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്ന അയാൾ നല്ല മന്ദബുദ്ധിയാണ്. ഒരു രാജ്യം കൊണ്ട് നശിപ്പിച്ചില്ലേ. കാരണം ഇനിയും യുദ്ധം ചെയ്യുന്നു, ജയിച്ചോ തോറ്റോ എന്നുള്ളതിനപ്പുറം അവിടെ ഒന്നുമില്ല. ഇനി തന്ത്രപ്രധാനമായ 1, 2, 3 നഗരങ്ങളേ ഉള്ളൂ. ഒരുപക്ഷെ റഷ്യ വേണ്ടി വന്ന് അതിൽ പിടിക്കും. അപ്പൊ അങ്ങനെ രാജ്യത്തെ കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി, അതായത് ഇതിനകത്ത് ഈ യുദ്ധം കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ റഷ്യ പലയിടത്തും ആക്രമണം വലിയ നാശമുണ്ടാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റു പലയിടത്തും ചെയ്യുന്ന രീതിയിൽ, ഇപ്പം ഇറാനകത്ത് ഇസ്രായേൽ ചെയ്യുന്ന രീതി ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഈ നഗരങ്ങളിൽ പ്രദേശങ്ങളിൽ നശിപ്പിച്ച് പിടിക്കാൻ റഷ്യക്ക് താല്പര്യമില്ല. റഷ്യക്ക് ഇത് പിടിച്ച് ഒരു ഉരുക്ക് നിർമ്മാണ കേന്ദ്രം ഉണ്ടെങ്കിൽ അത് നശിപ്പിച്ച് പിടിക്കാനല്ല, അതോടുകൂടി പിടിക്കാനാ. അപ്പം അതിനകത്ത് അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. മാത്രമല്ല പിന്നെ അവിടുത്തെ ആൾക്കാരോട് ഉള്ള ഒരു കമ്മിറ്റ്മെന്റ്. അപ്പൊ അതേ രീതി പിടിക്കുന്നതിന് വേണ്ടിയാണ് ഈ നാശം ഉണ്ടാക്കാത്ത രീതിയിൽ. അപ്പൊ റഷ്യ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും യുദ്ധം തീർന്നു കഴിഞ്ഞാലും ഇതിനകത്ത് രക്ഷപ്പെടത്തില്ല. കാരണം യുദ്ധത്തിനകത്ത് കോടാനുകോടി രൂപയാണ് അമേരിക്ക മുടക്കിയിരിക്കുന്നത്, കോടാനുകോടി രൂപയാണ് നാറ്റോ രാജ്യങ്ങൾ മുടക്കിയിരിക്കുന്നത്. എങ്ങനെ തിരിച്ചു കൊടുക്കും? നമ്മളിപ്പോൾ കടം മേടിച്ചാലേ അവസാനം പറയും നിങ്ങളുടെ വസ്തുവും സാധനവും എല്ലാം കൂടെ ഒന്ന് പ്ലഡ്ജ് ചെയ്താട്ട് എന്ന് പറയുന്ന പോലെ അവിടുത്തെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ട് പല ബിസിനസ് മേഖലകളും അല്ലെങ്കിൽ ഊർജ സ്രോതസ്സുകളും ഖനികളും ഉരുക്ക് കേന്ദ്രങ്ങളും ഒക്കെ ഇപ്പം അമേരിക്കയുടെ കയ്യിൽ എത്ര കൊല്ലത്തേക്ക്? 50 കൊല്ലത്തേക്ക്, 100 കൊല്ലത്തേക്ക്. അതായത് ഈ യുദ്ധം കൊണ്ട് റഷ്യ നശിപ്പിക്കാമോ? 1, 2 ഉക്രൈനകത്ത് നമ്മൾ പറയുന്നത് പോലെ തന്ത്രപ്രധാനമായിട്ടുള്ള പല വെളിയില്ലാത്ത ബിസിനസ്സുകളുണ്ട്. ഉക്രൈനകത്ത് നടത്തുന്ന ഉക്രൈൻ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്സാണ് ഈ കപ്പൽ നിർമ്മിക്കുന്ന ഉരുക്ക്. മനസ്സിലായില്ലേ? അത് വേറെയുള്ള രാജ്യങ്ങളിലെങ്ങും ഇല്ല, എല്ലാ രാജ്യത്തിനും ഇവരെ ആശ്രയിക്കണം. അപ്പൊ ആ ഡോൺ ബോസ്കോ എന്ന് പറയുന്ന നഗരം പിടിക്കാൻ പോകുന്ന റഷ്യ ഇപ്പൊ അതിനാ, വേറെ എങ്ങും ഇല്ല സാധനം. അങ്ങനെ ചില സാധനങ്ങളുണ്ടല്ലോ ചിലർക്ക് മാത്രം മൊണോപ്പൊളി ഉള്ള അത്. അപ്പൊ ഇങ്ങനത്തുള്ള പല കാര്യങ്ങളും ഉണ്ട്, പല റെയർ മെറ്റീരിയൽസും ഉണ്ട്. അതെല്ലാം അമേരിക്ക എന്ന് പറഞ്ഞാൽ ചതിയനാ, പെടുത്തി ചൈനയുടെ കൂട്ടാ. കാശ് കടം തന്നിട്ട് വട്ടിപ്പലിശക്കാരൻ്റെ പണി എന്തോ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പെടുത്തും. എന്നിട്ട് ആ രാജ്യത്തെ അവൻ്റെ കൈക്കലാക്കും. ഇത് ചൈനയുടെ ഒരു പണിയാണ്. നമ്മളതൊന്നും ചെയ്യത്തില്ല കേട്ടോ, നമ്മൾ ഈ പണിയൊന്നും നമ്മളെ ചെയ്യാറില്ല. അവന്മാർക്ക് ഇതേ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു രാജ്യം. അപ്പം റഷ്യ സാമ്പത്തികമായിട്ട് യുദ്ധത്തിലൂടെ തകർക്കുകയും ചെയ്യാം. അതിനുശേഷം ആ യുദ്ധം ചെയ്തതിൻ്റെ കാശ് ചോദിച്ചിട്ട് ഈ രാജ്യത്തെ അവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം. അതിനകത്തുനിന്ന് ഉള്ള സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്യാം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അത് യുക്രൈന് മനസ്സിലായിട്ടില്ല, ഇനി മനസ്സിലായിട്ട് കാര്യമില്ല.